എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. വർഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. വർഗങ്ങൾ, ദശാംശ വർഗങ്ങൾ, ഇതെല്ലാം ഒന്നാമത്തെ ലെസൺ നമ്മൾ പഠിച്ചു. വളരെ എളുപ്പമുള്ള ലെസണാണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റ് തുല്യ ത്രികോണങ്ങളെ കുറിച്ചാണ്. തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ്. ഈ ത്രികോണങ്ങളുടെ വശങ്ങളെയും കോണുകളെയും കുറിച്ചുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ തത്വങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ വളരെ എളുപ്പമുള്ള ലെസൺ തന്നെയാണ് ഈ രണ്ടാമത്തെ യൂണിറ്റായ തുല്യ ത്രികോണങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെ അളവുകൾ തന്നിരുന്നാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം. വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയ ത്രികോണം നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ. ആദ്യം 3 സെൻറ്റിമീറ്റർ എടുത്ത് താഴെ വരച്ചു. പിന്നെ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് ഒരു ചാപം വരയ്ക്കുന്നു. ഇങ്ങനെ ചാപം വരയ്ക്കുന്നു. പിന്നെ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് ആ ചാപത്തെ ഖണ്ഡിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ത്രികോണം വരയ്ക്കാൻ കഴിയും. ഈ ത്രികോണം തന്നെ തിരിച്ചാണ് ഇപ്പുറത്തോട്ട് വരച്ചിരിക്കുന്നത്. എന്താണ്, 3 സെൻറ്റിമീറ്റർ താഴെ എടുത്തോ. പിന്നെ ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തതിന് പകരം ഈ സൈഡിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ചാപം വരയ്ക്കുന്നു. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ചാപത്തെ ഗണ്ണിക്കുന്നു. അപ്പം നമുക്ക് ത്രികോണം കിട്ടുന്നു. അപ്പം ഇവിടെ ഇത് തിരിച്ച് വരച്ചിരിക്കുകയാണ്. ഇപ്പുറം 4 സെൻറ്റിമീറ്റർ ഇവിടെ ആയിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ചിത്രത്തിൽ 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ സൈഡായി. പിന്നെ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഈ സൈഡ് വന്നത് ഇപ്പുറത്തെ സൈഡായി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ത്രികോണങ്ങൾ വരയ്ക്കാം. അപ്പോൾ ത്രികോണങ്ങൾ, ഈ 2 ത്രികോണങ്ങളും തിരിച്ചും മറിച്ചും വരച്ചെന്ന് കരുതി ഇവയ്ക്ക് വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ഇവയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ നമുക്ക് ഇതേ അളവുകൾ വെച്ച് 2 തരത്തിൽ കൂടി നമുക്ക് വരയ്ക്കാൻ കഴിയും. അളവുകൾ ഉപയോഗിച്ച് 2 തരത്തിൽ വരച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ താഴെ 4 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ മൂലയ്ക്ക് ഇവിടെ കുത്തിയിട്ട് ചാപം വരച്ചു. ഇവിടെ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഈ ചാപത്തെ ഖണ്ഡിച്ചു. ഇവിടെ വെച്ചിട്ടാണ് ഖണ്ഡിക്കേണ്ടത്. നമുക്ക് വരയ്ക്കാൻ അറിയാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ത്രികോണം കിട്ടി. ഇത് തന്നെയാണ് തിരിച്ചിപ്പുറത്ത് വരച്ചിരിക്കുന്നത്. താഴെ 4 തന്നെ, മാറ്റമില്ല. പിന്നെ ഈ വശം 3 സെൻറ്റിമീറ്റർ ആയതിന് പകരം ഇപ്പുറത്തോട്ടെടുത്ത് 3 സെൻറ്റിമീറ്റർ എന്താണ് വലതുവശത്തോട്ടെടുത്ത് 3 സെൻറ്റിമീറ്റർ കോമ്പസിലൂടെ വെച്ചിട്ട് ചാപം വരയ്ക്കുന്നു. പിന്നെ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഇവിടെ വെച്ചിട്ട് ആ ചാപത്തെ ഖണ്ഡിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് രണ്ടാമത്തൊരു തരം കൂടെ കിട്ടി. ഇനി മൂന്നാമതൊരു തരം കൂടെ ഉണ്ട്. 6 സെൻറ്റിമീറ്റർ താഴെ എടുത്തിട്ട് വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് താഴെ വരച്ചിട്ട് കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ചാപം വരയ്ക്കുന്നു. ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്ത ചാപത്തെ ഖണ്ഡിക്കുന്നു. ത്രികോണം പൂർത്തിയാക്കും. അതുപോലെ തന്നെയാണ് ഇപ്പുറവും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ 4, ഇവിടെ 3. 6 സെൻറ്റിമീറ്റർ താഴെ വരച്ചു. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ചാപം വീശി. ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്ത് ആ ചാപത്തെ ഖണ്ഡിച്ചു. നമ്മൾ ത്രികോണം പൂർത്തിയാക്കി. അപ്പം 3 അളവുകൾ തന്നപ്പോൾ നമ്മൾ ത്രികോണം 6 രീതിയിൽ വരച്ചു. എത്ര രീതിയിൽ? 6 രീതിയിൽ വരച്ചു. ഈ 6 രീതിയിൽ വരച്ചെങ്കിലും നമുക്ക് ഈ ത്രികോണത്തിന് വല്ല മാറ്റവും ഉണ്ടോ? ത്രികോണത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പം കാഴ്ചയിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഒരു മാറ്റമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. അതിന് നിങ്ങൾ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതുപോലൊരു ത്രികോണം വരയ്ക്കാം. വരച്ചിട്ട് അതിൻ്റെ ട്രേസ് 2 പ്രാവശ്യം വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ട്രേസ് എടുക്കുക. ട്രേസ് എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഒഴിക്കുക. ഇതാണ് ഈ വരച്ചത് വെട്ടിയെടുക്കുക. എന്നിട്ട് മറ്റേതിൻ്റെ പുറത്ത് 2 എണ്ണം കാണുമല്ലോ, ഒരെണ്ണം നമ്മൾ വരയ്ക്കുന്നു. പിന്നെ ഒന്ന് അതിൻ്റെ ട്രേസ് എടുക്കുന്നു. അതിൽ ഒരെണ്ണം വെട്ടിയെടുത്ത് ഇതിൻ്റെ പുറത്ത് ഈ ത്രികോണം വരച്ച ത്രികോണം ഇതായിരിക്കുമല്ലോ, ഇത് എടുത്ത് തിരിച്ച് ഇതിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ
6 സെൻറ്റിമീറ്റർ ഇവിടെ വരും, ഈ 4 സെൻറ്റിമീറ്റർ താഴെ തന്നെ, ഈ 3 സെൻറ്റിമീറ്റർ പുറം വരും. ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രികോണങ്ങൾ തുല്യമാണോ വ്യത്യാസമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഇത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. 2 രൂപ കോയിൻ, ഒരേ വലിപ്പമുള്ള 2 രൂപ കോയിൻ എടുക്കുക, അത് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാകും. അതുപോലെ ഒരേപോലുള്ള വസ്തുക്കൾ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേപോലെ ഇരിക്കും. ആ ഒരു രീതിയാണ് ഇവിടെയും നമ്മൾ അവലംബിച്ചത്. ഈ ത്രികോണങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു വസ്തുത എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണങ്ങൾ തിരിച്ചും മറിച്ചും വരച്ച് ഒരെണ്ണത്തിൻ്റെ പകർപ്പെടുത്ത് മറ്റേതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ രണ്ടും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് നമുക്ക് പറയാം ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ഇപ്പോൾ ഇത് 4 ഇവിടെ കാണാം, നേരത്തെ 2 ഞാൻ കാണിച്ചിരുന്നു. അങ്ങനെ ഈ ത്രികോണങ്ങളെല്ലാം തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ തുല്യ ത്രികോണങ്ങളാകുമ്പോൾ നമ്മൾ ഈ ചിത്രത്തിലെ ത്രികോണം എടുത്ത് ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇതണ്ടേ, ഈ കോണ് എവിടെ വരും? ഇത് ഇവിടെ വരും അല്ലേ, ഇവിടെ വരും. ഈ കോൺ എവിടെ വരും? ഈ കോൺ എവിടെ വരും? ഇവിടെ വരും അല്ലേ. പിന്നെ ഈ മൂന്നാമത്തെ കോൺ എവിടെ വരും? ഇവിടെ മുകളിൽ വരും. ഉണ്ടോ? അപ്പം വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമായാൽ അവയുടെ കോണുകളും തുല്യമാണ് അല്ലേ. നമ്മൾ ഒരേ അളവുള്ള 2 ത്രികോണങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ എല്ലാത്തിലും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പ്രത്യേകമായിട്ട് ഈ ത്രികോണമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം ഇവിടെയുള്ള കോൺ എവിടെ വരും? 1 ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വര ഇവിടെ വരും. ഇവിടെ ഈ കോൺ ഏതിന് തുല്യമായിരിക്കും? ഇവിടെ വരും. ചേർത്ത് വയ്ക്കുമ്പോൾ ഒന്നിൻ്റെ പുറത്ത് 1 വയ്ക്കുമ്പോൾ ഇതെവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് വസ്തുത എന്താണ് പഠിച്ചെന്താണ്? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. ഇപ്പം നമുക്ക് ഇവയ്ക്ക് പേര് കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശം. ഇപ്പം ആദ്യത്തെ ചിത്രത്തിൽ നോക്കാം, നേരത്തെ ഒരു ചിത്രം വരച്ചിരുന്നു. നമുക്ക് ഇതിൻ്റെ അത് നോക്കാം, ഈ ചിത്രത്തിൽ നോക്കാം. ഇതിലെ ഏറ്റവും നീളം കൂടിയ വശം ഏതാണ്? 6 സെൻറ്റിമീറ്റർ. ഇവിടെയും 6 സെൻറ്റിമീറ്റർ. പിന്നെ കുറച്ചുകൂടി ചെറുതാണ് 4 സെൻറ്റിമീറ്റർ. അതിലും ചെറുതാണ് 3 സെൻറ്റിമീറ്റർ നീളമുള്ള വശം. അപ്പം 6 സെൻറ്റിമീറ്റർ നീളമുള്ള വശമാണ് ഏറ്റവും വലുത്. 3 സെൻറ്റിമീറ്റർ നീളമുള്ള വശമാണ് ഏറ്റവും ചെറുത്. എല്ലാ ചിത്രത്തിലും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം. മനസ്സിലായി? ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ ചിത്രം, രണ്ടാമത്തെ ചിത്രം മാത്രം എടുത്തതേ ഉള്ളൂ. എന്താണ് ഞാൻ പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ നീളമുള്ള വശം ഏറ്റവും വലുതും 3 സെൻറ്റിമീറ്റർ നീളമുള്ള വശം ഏറ്റവും ചെറുതും, പിന്നെ 4 സെൻറ്റിമീറ്റർ നീളമുള്ള വശം ഇടത്തരം വലിപ്പം, അതായത് ഇടത്തരം നീളം. ഇതിന് രണ്ടിനും ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല. നമുക്ക് ഈ ത്രികോണങ്ങൾക്ക് പേര് കൊടുക്കാം. ABC എന്നും ABC, PQR, ABC, PQR എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഏറ്റവും നീളം കൂടിയ വശം ഇവിടെ AC ആണ്. AC എത്ര? 6 സെൻറ്റിമീറ്റർ. AC 6 സെൻറ്റിമീറ്റർ. ഇവിടെയോ ഏറ്റവും നീളം കൂടിയ വശം ഏതാണ്? PR 6 സെൻറ്റിമീറ്റർ. പിന്നെ ഏറ്റവും നീളം കുറഞ്ഞ വശം BC 4 സെൻറ്റിമീറ്റർ. ഈ ചിത്രത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ വശം QR അല്ലെങ്കിൽ
ആർ ക്യൂ, ക്യു ആർ ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇടത്തരം നീളമുള്ള വശം എന്ന് പറയുമ്പോൾ എ ബി 4 സെൻറ്റിമീറ്റർ. ഇവിടെയാണെങ്കിലോ പി ക്യു 4 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും നീളം കുറഞ്ഞതും ഇടത്തരം നീളമുള്ള വശങ്ങൾ 2 ത്രികോണങ്ങളിലും എഴുതി. അപ്പോൾ ഇവിടെ എ സിയും പി ആറും ഈക്വലാണ് അല്ലേ? നമുക്ക് എന്ത് എഴുതാം? എ സി ഇസ് ഈക്വൽ ടു പി ആർ എഴുതിക്കൂടെ? എ സി ഇസ് ഈക്വൽ ടു പി ആർ. ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ. എ ബി ഈക്വൽസ് പി ക്യു. 2 ത്രികോണങ്ങളിലെയും തുല്യമായ വശങ്ങൾ നമ്മൾ എഴുതി. ഇനി ഈ 2 ത്രികോണങ്ങളിലെയും തുല്യമായ കോണുകൾ കണ്ടുപിടിക്കണ്ടേ? ഞാൻ ഈ ത്രികോണം എന്താണ്, ഇതിൻ്റെ ഒരു പകർപ്പെടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കമത്തി ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഏതും കോണുകൾ ചേർന്നിരിക്കും. എ എന്ന കോണും പി എന്ന കോണും ചേർന്നിരിക്കും. ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. പിന്നെ ഈ മൂല എവിടെ വരും? ഇവിടെ. ഈ മൂല ഇവിടെ വരും. അതായത് ബിയും ക്യൂവും ചേർന്നിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു മൂല എന്ന് പറയുന്നത് സി ആണ്. ഈ സിയും ആറും ചേർന്നിരിക്കും. അപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ ഒന്നിൻ്റെ പുറത്ത് മറ്റൊരു ത്രികോണം എടുത്ത് വെക്കുമ്പോൾ കിട്ടുന്ന കോണുകളാണ് നമ്മൾ എഴുതിയത്, അടയാളപ്പെടുത്തി. എഴുതിയിട്ടില്ല, എഴുതാൻ പോകുന്നേ ഉള്ളൂ. അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആ കോണുകൾ അങ്ങോട്ട് എഴുതിയാലോ? ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന നോക്കി തന്നെ എഴുതിക്കേ. എയും പിയും എന്തായിരിക്കും? ഒന്നിനോടൊന്ന് ചേർന്നിരിക്കും അല്ലേ? ഞാനിവിടെ എഴുതാം. എയും പിയും വരും. പിന്നെ ബിയും ക്യൂവും വരും. പിന്നെ സിയും ആരും വരും? ആറും. കോൺ സിയും കോൺ ആറും വരും. നോക്കിക്കേ. അപ്പോൾ ഒന്നിൻ്റെ പുറത്ത് മറ്റൊന്ന് എടുത്ത് വെച്ചാൽ ഏത് ത്രികോണത്തിൻ്റെ പകർപ്പെടുത്ത് മറ്റതിൽ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ കോണുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വശങ്ങളിലെ നീളം നമുക്ക് അറിയാമായിരുന്നു. അതനുസരിച്ച് തുല്യമായ വശങ്ങളും എഴുതി, ഇവിടെ കോണുകളും എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വെക്കാതെ തന്നെ, ഇപ്പോൾ ഒന്നിൻ്റെ പുറത്ത് മറ്റൊരു പകർപ്പ്, ത്രികോണത്തിൻ്റെ പകർപ്പ് എടുത്ത് വെക്കാതെ തന്നെ നമുക്ക് ഈ കോണുകൾ കണ്ടുപിടിച്ചൂടെ? തുല്യമായ കോണുകൾ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിക്കേ. എ സി അല്ലേ ഏറ്റവും നീളം കൂടിയ വശം? എ സിയും പി ആറും ഈക്വലാണ്. അപ്പം ഇവിടെ നോക്കിക്കേ, എ സിയും പി ആറും ഈക്വൽ വന്നപ്പോൾ ഈ എയും സിയും അല്ല, ഇവിടെ വേറൊരാൾ കൂടി ഇല്ലേ? എന്താണ്? ബി ആണ് അല്ലേ? എ ബി സി പി ക്യു ആർ. ഇവിടെ ബി ഇല്ല, ഇവിടെ ക്യൂ ഇല്ല. അതിൻ്റെ അർത്ഥം ഈ 2 വശങ്ങളുടെ എതിരെയുള്ള കോൺ ആരാണ്? ബിയും ക്യൂവുമാണ്. മനസ്സിലായോ? അപ്പം എ സിയും പി ആറും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത അക്ഷരമായ ഇവിടെ ബി ഇല്ല, ഇവിടെ ക്യൂ ഇല്ല. അപ്പോൾ ബിയും ക്യൂവും തുല്യമാണ്. മനസ്സിലായോ? ഇനി അടുത്ത് ഏറ്റവും നീളം കുറഞ്ഞ വശം ബി സിയും ക്യൂ ആറും ഈക്വൽ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ ഒരു അക്ഷരം കൂടി നമുക്ക് വരാനുണ്ട്. ആരാണ്? എ ഉണ്ട്. ഇവിടെ ഒരു അക്ഷരം കൂടെ വരാനുണ്ട്, പി ഉണ്ട് അല്ലേ? അപ്പം എയും പിയും ഈക്വലാണ്. എയും പിയും ഈക്വലാണ്. ഇനി 4 സെൻറ്റിമീറ്റർ നീളമുള്ള വശം, ഇടത്തരം വശം, എ ബിയും പി ക്യൂവും തുല്യമാണ്. ഈ വശങ്ങളിൽ വരാത്ത ഒരു അക്ഷരം നമുക്ക് ഉണ്ടല്ലേ? ഏതക്ഷരമാണ്? സി ആണ്. ഇവിടെ ഇല്ലാത്തതോ? ആറാണ്. അപ്പോൾ സിയും
ആറും ഈക്വലാണ്. അപ്പം ഈ കോണുകൾ നമ്മൾ ഈ വശങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മൾ കോണുകൾ എഴുതി. ഇനി ആ കോണുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കിക്കേ. ഈ വശങ്ങൾ തുല്യമാകുമ്പോൾ അവയ്ക്ക് എതിരെയുള്ള കോണുകളല്ലേ നോക്കിക്കേ. ആ വശങ്ങളുടെ എതിരെ വരുന്ന കോണാണ് കണ്ട. എ സി എന്ന വശത്തിന് എതിരെ വരുന്ന ഇവിടെ ഇന്ന് നോക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്ന ഏതാണ്? ബി ആണ്. അപ്പം എ സിയും പി ആറും ഈക്വൽ ആണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പം എ സിയും പി ആറിൻ്റെയും എതിരെ വരുന്ന കോണാണ് ബിയും ക്യൂവും തുല്യമാണ്. പിന്നെ ബി സിയും ക്യു ആറും ഇവ തുല്യമാണ്. ഈ കോണുകളുടെ ഈ വശങ്ങളുടെ എതിരെ വരുന്ന കോണുകളല്ലേ എയും പിയും. നോക്കിയാൽ ഇവിടെ നോക്കുക നേരെ കാണുന്നത്. ബി സിയും ക്യു ആറും ഈക്വൽ ആയതുകൊണ്ട് തുല്യമായതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള കോണായ എയും പിയും തുല്യമായിരിക്കും. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു വശം എ ബിയും പി ക്യൂവും തുല്യമാണ്. ഇനി അടുത്ത വശം എ ബി 4 സെൻറ്റിമീറ്റർ, ഇവിടെ പി ക്യൂ 4 സെൻറ്റിമീറ്റർ. ഈ വശങ്ങളുടെ എതിരെയുള്ള കോണല്ലേ സിയും ആറും. നോക്കിക്കേ, എ ബി എന്ന വശത്തിന് എതിരെ നോക്കുമ്പോൾ കാണുന്നതാണ് സിയും, ഇവിടെ പി ക്യൂവിൻ്റെ എതിരെ വരുന്നത് ആറും. അപ്പം സിയും ആറും തുല്യമായി. അപ്പം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഒന്നിൻ്റെ പകർപ്പെടുത്ത് മറ്റൊന്നിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കിയത്. അപ്പം അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വേറൊരു ട്രിക്ക് കൂടെ പറഞ്ഞു തരാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞു തന്നു, ഇതിലില്ലാത്ത അക്ഷരം കോണായിരിക്കും. കോൺ തന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത അക്ഷരങ്ങൾ വശമായിരിക്കും. അപ്പോൾ എയും പിയും തുല്യമാണ്. അപ്പം വശങ്ങൾ ഏതൊക്കെ വശങ്ങളായിരിക്കും തുല്യം? എ കഴിഞ്ഞ് ഇല്ലാത്ത അക്ഷരങ്ങൾ ബിയും സിയുമാണ്. ഇപ്പോൾ പി കഴിഞ്ഞ് ഇല്ലാത്ത അക്ഷരം എന്താണ്? ക്യൂവും ആറും. അപ്പോൾ ബി സിയും ക്യു ആറും തുല്യമായിരിക്കും. കണ്ടോ? അപ്പം അങ്ങനെ നമുക്ക് ചിത്രമില്ലാതെ ഇപ്പോൾ ത്രികോണങ്ങളുടെ പേരറിയാമെങ്കിൽ കോണുകൾ തുല്യമായാൽ വശങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനും വശങ്ങൾ തുല്യമായാൽ കോണുകൾ ഏതെന്ന് കണ്ടുപിടിക്കാൻ ഈ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. അതിലില്ലാത്ത അക്ഷരം നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കണ്ട, എ സി ഇവിടെ ബി ഇല്ല, ഇവിടെ ക്യൂ ഇല്ല. ആ രണ്ട് കോണുകൾ തുല്യം. അപ്പോൾ കോണുകൾ തന്നു കഴിഞ്ഞാൽ വശങ്ങളിലോട്ട് എങ്ങനെ വരും? ഇതിലില്ലാത്ത രണ്ട് അക്ഷരം ഏതാന്ന് നോക്കുക. ബി കഴിഞ്ഞാൽ എയും ഇല്ല സിയും ഇല്ല, അപ്പോൾ എ സി. ഇവിടെ ക്യൂ കഴിഞ്ഞാൽ പിയും ഇല്ല ആറും ഇല്ല, അപ്പോൾ എ സി പി ആർ. മനസ്സിലായോ? നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇപ്പം പഠിച്ചെല്ലാം മനസ്സിലായല്ലോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.